നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. ധാർമ്മികാഗ്ര സരന്മാരായ ആ രണ്ടുപേരും പലതും പറഞ്ഞ് അന്യോന്യം ആനന്ദിപ്പിച്ചു. രണ്ടുപേരും തികച്ചും സന്തുഷ്ടരായി. നാട്ടുവർത്തമാനങ്ങളെല്ലാം പരസ്പരം വളരെ നേരം പറഞ്ഞതിൻ്റെ ശേഷം ഹേ രഘുനന്ദന, പുഞ്ചിരി പൊഴിച്ചുകൊണ്ട് ബ്രഹ്മസുതൻ തുടർന്നു. അതിശക്തനായ നരവര, ഞാൻ അങ്ങേക്കും പടകൾക്കും അതിഥി സൽക്കാരം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. അമേയനായ അങ്ങ് അത് സ്വീകരിക്കണം. പൂജ്യനും ശ്രേഷ്ഠനുമായ അതിഥിയുമാണ് അങ്ങ്. എത്രമാത്രം വിഷമിച്ചാലും അങ്ങയെപ്പോലെ മഹാന്മാരെ ഉചരിക്കണം. അവിടുത്തെ മധുരഭാഷണങ്ങളാൽ തന്നെ അതിഥി പൂജ ഭംഗിയാക്കിയല്ലോ. വിശ്വാമിത്രൻ സന്തുഷ്ടമാനസനായി തുടർന്നു. ഭഗവാനെ, അവിടുത്തെ ആശ്രമത്തിലുള്ളവയും അമൃതതുല്യവുമായ കായ്കനികളാൽ അക്യപാദാദികളാൽ പുണ്യേകലബ്ധമായ ഭഗവത് ദർശനത്തിൽ അചിന്ത്യമായ പൂജകളാണ് എനിക്ക് സിദ്ധിച്ചത്. അപാര വിഘ്നനായ അവിടുന്ന് സ്നേഹസമ്പൂർണ്ണ ദൃഷ്ടിയാൽ കടാക്ഷിക്കണേ. അവിടുത്തേക്ക് വീണ്ടും വീണ്ടും നമസ്കാരം. ഞങ്ങൾ പോകട്ടെ. വിശ്വാമിത്ര വചസ്സുകൾ ഭഗവാൻ വസിഷ്ഠനെ സന്തുഷ്ടനാക്കി. ഔദാര്യവിധിയായ ബ്രഹ്മഋഷി പിന്നെയും രാജേന്ദ്രനെ ക്ഷണിച്ചപ്പോൾ മുനീന്ദ്രനായ ഭഗവാന്റെ അഭീഷ്ടം അനുസരിക്കുവാൻ തയ്യാറാണ് എന്ന് വിശ്വാമിത്രൻ സമ്മതമേകി. ജപശ്രേഷ്ഠനായ ബ്രഹ്മഋഷി സംപ്രീതനായി. നിഷ്കളങ്കനായ തപോധനൻ പാപകണിക യേശാത്ത കാമധേനുവിനോട്, ഹേ ശബളെ, വേഗം വരൂ, എൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ചു കേൾക്കൂ. ചതുരംഗ സൈന്യങ്ങളോടുകൂടി വന്ന ഈ രാജഋഷി നമ്മുടെ അതിഥിയാണ്. ഇദ്ദേഹത്തെ സത്കരിക്കേണ്ടത് നമ്മുടെ കർത്തവ്യമല്ലേ? ഷഡ് രസങ്ങളിൽ ആർക്ക് ഏതൊന്ന് ഇഷ്ടമാണോ ആ പദാർത്ഥങ്ങൾ യഥേഷ്ടം നൽകണം. ഏറ്റവും മികച്ച അന്നപാനങ്ങളും പായസാദികളും അവർ ആഗ്രഹിക്കുന്നത് പോലെ എനിക്ക് വേണ്ടി കൊടുക്കണം. കാമധേനു അല്പം ധൃതിയായി തന്നെ എല്ലാം സൃഷ്ടിക്കൂ. പരന്തവനായ രാമ, ഭഗവാൻ വസിഷ്ഠന്റെ നിർദ്ദേശം കേട്ട കാമധേനു അതാത് ആളുകൾക്ക് ഇഷ്ടമേകുന്ന വിധം ഭക്ഷണ സാധനങ്ങൾ വർഷിച്ചു തുടങ്ങി. കരിമ്പ്, തേൻ, മലർ, അതിശ്രേഷ്ഠമായ മദ്യം, ഒന്നാന്തരം പാനീയങ്ങൾ, പലതരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ എന്നിവ ഉത്തരക്ഷണത്തിൽ ഭടജനങ്ങളുടെ മുമ്പിലെത്തി. വെള്ളിക്കുന്ന് പോലെ ചുടുചോറ് കൂടിക്കിടക്കുന്നു. തൈര്, പായസം തുടങ്ങിയവ ഒഴുകി ചാലു തന്നെ ഉണ്ടായി. പരിപ്പ്, നെയ്യ് തുടങ്ങിയവ നിറഞ്ഞ ഒന്നാന്തരം പാത്രങ്ങൾ അനവധി. വിശ്വാമിത്ര മഹാരാജാവിൻ്റെ പടകൾ ഏതെന്നാണോ ഇഷ്ടപ്പെടുന്നത് അതെല്ലാം അതാത് ആളുകളുടെ അരികിലുണ്ട്. ആ കണ്ടം ഭക്ഷണം കഴിഞ്ഞ പടജനങ്ങൾ ആനന്ദ നൃത്തം തന്നെ തുടങ്ങി. ഭഗവാൻ വസിഷ്ഠന്റെ സൽക്കാരത്താൽ വിശ്വാമിത്രനും അന്തഃപുരങ്ങളും ബ്രാഹ്മണ പുരോഹിതന്മാരും മന്ത്രിമാരും അതീവ സന്തുഷ്ടരായി. മന്ത്രിമാരാൽ ആവൃതനായ നരപാലേന്ദ്രൻ അവാജ്യമായ പ്രീതിയോടെ ബ്രഹ്മർഷിയോട്, ബ്രഹ്മാവിന് തുല്യമായ ഭഗവാനെ, പൂജാർഹനായ അവിടുന്ന് എന്നെ സൽക്കരിച്ച് പൂജിച്ചു. എനിക്ക് ഒരു ആഗ്രഹം, അവിടുന്ന് അത് ചെവിക്കൊള്ളണേ. 100,000 ഉത്തമ പശുക്കളെ ഞാൻ അവിടുത്തേക്ക് തരാം. ഈ കാമധേനുവിനെ എനിക്ക് തന്നാലും. പശുക്കളിൽ രത്നമാണ് ശബള. ഏതു രത്നവും ഭൂപാലെന്ന് അടങ്ങേണ്ടതാണ്. ധാർമ്മികമായി നോക്കുമ്പോൾ ഇത് എൻ്റേതാണ്. അവിടുന്ന് സധയം ഇതിനെ എനിക്ക് തരണം. മഹാരാജാവിൻ്റെ വാക്കുകൾ കേട്ട ഭഗവാൻ വസിഷ്ഠൻ ധാർമ്മികമായി തുടർന്നു. നൃപേന്ദ്ര, 100,000 100 കോടി പശുക്കളെ തന്നാലും കാമധേനുവിനെ ഞാൻ തരില്ല. എന്തിന്? മാമല പോലെ സ്വർണ്ണ നാണ്യങ്ങൾ കൂട്ടി തന്നാലും ഇവളെ ഞാൻ വിടില്ല. പരന്തപനായ വിശ്വാമിത്ര, ഇവൾ എന്നും എൻ്റെ സമീപത്തിയാണ്. ധീരന് യശസ് പോലെ എന്നെ വിട്ടു പിരിയാത്തവളാണ് കാമധേനു. ഹോമദികൾക്കുള്ള എല്ലാ വസ്തുക്കളും അഗ്നിഹോത്രാദികളും പ്രാണയാത്രയും എല്ലാം ഇവളിലാണ് എനിക്കുള്ളത്. സ്വാഹാകാരം, പഷ്ടാകാരം, അനേകവിധ വിദ്യകൾ ഇവയെല്ലാം കാമധേനുവിന് അധീനമാണ്. രാജഋഷി സത്തമ, എൻ്റെ സർവസ്വവുമാണിവൾ. എനിക്ക് ആനന്ദമേകുന്നത് ഇവൾ മാത്രമാണ്. ഇങ്ങനെ പല പല കാരണങ്ങളാൽ ശബളയെ ഞാൻ മറ്റൊരാൾക്ക് കൊടുക്കുകയില്ല. വസിഷ്ഠന്റെ ഉത്തരം വിശ്വാമിത്രനെ സംതൃപ്തനാക്കിയില്ല. വാശിയേറിയ വാക്കുകളാണ് തുടർന്നത്. സ്വർണ്ണച്ചങ്ങലകൾ അണിഞ്ഞ ലക്ഷണമൊത്ത 14,000 ആനകളെ പൊന്നിൻ തോട്ടികളോട് കൂടി ഞാൻ തന്നുകൊള്ളാം. തന്നാൽ വെള്ളക്കുതിരകളെ പൂട്ടിയ കനകത്തേരുകൾ, സ്വർണ്ണക്കിങ്ങിണികൾ 100 കണക്കിന് അണിഞ്ഞത് 800 സമ്മാനിക്കാം. നമ്മുടെ നാട്ടിൽ ജനിച്ചവയും നല്ല ശക്തിയുള്ളവയുമായ 11,000 ഒന്നാന്തരം കുതിരകളെയും പ്രതിഫലമായി തരാം. മാത്രമല്ല, മനോഹര നിറങ്ങൾ ആർന്നവയും പ്രായമേറാത്തവയും
കുട്ടികൾ ഉള്ളവയുമായ ഒരു കോടി ഉത്തമ പശുക്കളെയും അവിടുത്തേക്ക് കാഴ്ചയായി അർപ്പിക്കാം. ഇത്ര കൊണ്ടും തൃപ്തി വരുന്നില്ലെങ്കിൽ സ്വർണമോ രത്നമോ എത്ര വേണമെന്ന് നിർദ്ദേശിക്കൂ. എത്രയായാലും തരുവാൻ ഞാൻ ഒരുക്കമാണ്. ശബളപ്പശുവിനെ എനിക്ക് തരണം. ബുദ്ധിമാനായ വിശ്വാമിത്ര വാക്കുകൾ കേട്ട ഭഗവാൻ വസിഷ്ഠൻ വ്യക്തമാക്കി, വിശ്വാമിത്ര, എന്തു തന്നാലും കാമധേനുവിനെ ഞാൻ തരുന്നതല്ല. ഇതാണ് എൻ്റെ അമൂല്യരത്നം. എൻ്റെ സർവ്വധനവും മറ്റൊന്നല്ല. എൻ്റെ സർവസ്വവും എൻ്റെ ആത്മാവും ഇവൾ മാത്രമാണ്. എൻ്റെ സർവദർശങ്ങളും പൂർണ്ണമാസങ്ങളും യജ്ഞങ്ങളും എല്ലാവിധ തപോകർമ്മങ്ങളും എല്ലാ ക്രിയകളുടെയും മൂലങ്ങളും കാമധേനു മാത്രമാണ്. എൻ്റെ ജീവിതത്തിൽ പ്രധാനമായ യാതൊന്നും ശബളയില്ലെങ്കിൽ ഇല്ല തന്നെ. മഹാരാജാവേ, എന്തിനധികം പറയുന്നു? എന്തു വന്നാലും എന്തു പറഞ്ഞാലും കാമധേനുവിന് ഞാൻ കൊടുക്കുന്നതല്ല തീർച്ച. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.